ബാബു, ഇവിടെ അന്വേഷിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഷെയ്ഖ് ദർവേഷ് സാഹിബ് ക്രമസമാധാനത്തിൻ്റെ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു പാവ മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനമന്ത്രി വന്നപ്പോഴേക്കും DGP കൂടെ പോകേണ്ടടുത്ത് അവിടെ പുഞ്ചിരിമട്ടത്ത് മുണ്ടക്കയിലൊക്കെ കറങ്ങിയത് ഈ പറയുന്ന സൂപ്പർ DGP എന്ന് അൻവർ ആരോപിക്കുന്ന MR അജിത് കുമാറാണ്. പോട്ടെ, MR അജിത് കുമാറിനെ അന്വേഷിക്കേണ്ടത് ആരാണ്? അദ്ദേഹത്തെ കണ്ടാൽ സല്യൂട്ട് അടിക്കേണ്ട DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തെ കണ്ടാൽ ദിനേനെന്നോളം അദ്ദേഹത്തിൻ്റെ ഓർഡറുകൾ പാലിക്കാൻ നിർബന്ധിതരായ അദ്ദേഹത്തെ കണ്ടാൽ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കേണ്ട 2 ഉദ്യോഗസ്ഥർ കൂടി ഉണ്ട് അന്വേഷണ സംഘത്തിൽ. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. എന്താരോപണമാണ് എന്ന് പറഞ്ഞാൽ അവിടെ ദുബായ് മാർക്കറ്റിൽ ഒരു മലയാളി സ്വർണം കടത്താൻ വേണ്ടിയുള്ള സ്വർണം വാങ്ങിയാൽ അവിടെ മുതൽ അയാളെ നിരീക്ഷിച്ച് ആ വിവരങ്ങൾ കിട്ടുന്ന ആളാണ് അജിത് കുമാർ എന്നും സുജിത്ദാസ് എന്നും. ആ വിവരങ്ങൾക്കൊടുവിൽ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ കസ്റ്റംസ് കണ്ണടച്ച് അത് ഇങ്ങോട്ടേക്ക് വിടും. ആ സ്വർണം പൊട്ടിച്ച് പണമുണ്ടാക്കുന്നവരാണ് എന്ന് പി വി അൻവർ പറയുന്ന ആരോപണം ഈ പറയുന്ന സാധുസംഘം അന്വേഷിച്ചതൊക്കെ കണ്ടെത്തും. എന്നിട്ട് മുഖ്യമന്ത്രി പറയും മട്ടിൽ പുഴുക്കുത്തുകളെ കഴുത്തിൽ പിടിച്ച് പുറത്തിടും. ഉല്ലാസ് ബാബു, നോക്കൂ ഹാഷ്മി, സാമാന്യന ഒരുവിധം വിഷയങ്ങളിൽ കൃത്യമായിട്ട് പഠനത്തോടുകൂടി മാധ്യമ ചർച്ച നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങോട്ട് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. PV അൻവർ എന്ന് പറയപ്പെടുന്ന വ്യക്തി മാധ്യമങ്ങൾക്ക് മുൻപിലിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഹാഷ്മിയാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഉല്ലാസ് ബാബു ആണെന്ന് പറഞ്ഞതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേണ്ട മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ വ്യക്തികളാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. എന്തായിരിക്കും അവൻ്റെ ഇന്നത്തെ അവസ്ഥ? 1-ാം തീയതിയാണല്ലോ അൻവർ ഈ വിഷയം പറയുന്നത്. അങ്ങനെ പറഞ്ഞ അൻവറിനെ എതിരെ ഇവരെന്ത് നടപടിയെടുത്തത്? അങ്ങനെ അജിത് കുമാർ സംരക്ഷിക്കപ്പെടേണ്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ അജിത് കുമാർ വളരെ പാവപ്പെട്ടവനാണ്, അല്ലെങ്കിൽ സുജിത് ദാസ് വളരെ പാവപ്പെട്ടവനാണ്, ശശിക്കെതിരെ ഒരു ആരോപണം വെക്കേണ്ട കാര്യമില്ല, ഇത് അൻവർ സൂത്രക്കെട്ട് പറഞ്ഞതാണ് എങ്കിൽ അൻവറിനെതിരെ അന്വേഷണം നടത്താനും അൻവറിനെ പിടിക്കാനും അൻവറിനെ ചോദ്യം ചെയ്യാനും അൻവറിന് നേരെ കൃത്യമായിട്ട് നടപടിയെടുക്കാനും പ്രാപ്തിയില്ലാത്ത വ്യക്തിയാണോ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി? ആഭ്യന്തര വകുപ്പിനെതിരെ പറഞ്ഞത് ഹാഷ്മിയല്ല, ഉല്ലാസല്ല, ഇവിടുത്തെ മറ്റ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളല്ല. അവരുടെ സർക്കാരിന് പിന്തുണ കൊടുക്കുന്ന 98 MLA-മാരിൽ പെട്ട ഒരു വ്യക്തി പറയുകയാണ് ഈ സർക്കാർ ആരെക്കുറിച്ചാണ് പറയുന്നത്? ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ADGP ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ആഭ്യന്തര വകുപ്പ് കേരളം ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ കീഴിലല്ലേ ജനങ്ങൾ വോട്ട് കൊടുത്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ തന്നെയാണ് കൃത്യമായി പറഞ്ഞത്. ഇത് ഈ വ്യക്തിയെക്കുറിച്ച് നോക്കാനുള്ള പ്രാപ്തി മുഖ്യമന്ത്രിക്കില്ല എന്ന് നമ്മൾ വിശ്വസിക്കണോ? നമ്മൾ ഇതിനു മുൻപേ അദ്ദേഹം പറഞ്ഞു പരാതിയാണ് കൊടുക്കേണ്ടത്. ശ്രീ അൻവർ പറഞ്ഞ കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ അൻവറിനെ പുറത്താക്കുന്നു, അൻവറിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നു, അൻവറിനെതിരെ ചോദ്യം ചെയ്യുന്നു, അൻവറിനെതിരെ കൃത്യമായിട്ടുള്ള എന്താ അൻവറിൻ്റെ ആരോപണം? കൊലപാതക കേസിൽ പ്രതിയാണ്, കൊലപാതകം നടത്തിയിട്ടുണ്ട്, സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ട്, സിനിമയുടെ ഷെയർ പോലെ 60-40 അടിസ്ഥാനത്തിൽ 60-40% പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞ മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു വന്നു. അങ്ങനെയാണോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ഇന്ന് വരെയുള്ള ചരിത്രം കണ്ടിട്ടുള്ളത്? ഹാഷ്മി, ഒരു വ്യക്തിക്ക് ADGP-ക്കെതിരെ ഒരു അന്വേഷണം വന്നാൽ ആ അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന ഒരു പൊതുസമ്മേളനത്തിൽ നാടകീയതയുണ്ടാക്കി ഒരു കയ്യടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള 4 പ്രസംഗങ്ങളെ 4 വരിയാണോ? ADGP കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോയോ? ഇല്ല, ഇറങ്ങിപ്പോയല്ലോ. ഇന്നിപ്പോ ഒരു ഓൺലൈൻ യോഗം ഉണ്ടായി, മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കുകയാണ്. ആരാണ് ഈ പറയുന്ന ഗുരുതര ആരോപണ വിധേയനായി ഈ മഹാൻ? എന്ത് കോമഡിയാണ് ശ്രീ ഉല്ലാസ് ബാബു! ഇതാരെ പറ്റിക്കാനാണ് ഇവർ അന്വേഷണം നടത്തുന്നത്? ഈ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ സ്പർജൻ കുമാർ അടക്കമുള്ള അന്വേഷണ സംഘം ADGP-യുടെ വാതിലിൽ മുട്ടണം. അജിത് കുമാർ സാർ ഞങ്ങളൊന്ന് കടന്നോട്ടെ, എന്നിട്ടൊരു സല്യൂട്ട് അങ്ങ് കൊടുക്കണം, എന്നിട്ട് ഇരുന്നോട്ടെ എന്ന് ചോദിച്ച് സാർ അൻവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ സാർ എന്ന് ചോദിക്കുമ്പോൾ അജിത് കുമാർ പറയും 100% സത്യമല്ല എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടും എഴുതി കൊടുത്ത് പിണറായി വിജയന് കൊടുക്കാനല്ലേ ഇവരെ കൊണ്ട് സാധിക്കുള്ളൂ. ഇത് മനസ്സിലാക്കാത്ത ആളുകളാണോ കേരളത്തിലെ ജനങ്ങൾ? അതല്ലേ ഹാഷ്മി കൃത്യമായി ചോദിച്ചത്? എന്തിനാണ് ഇവരെ കൊണ്ട് അന്വേഷണം നടത്തുന്നത്? എന്തിനാണ് ഈ അപഹാസ്യമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുന്നത്? അങ്ങനെ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി പ്രേരിതപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഇതിന്റെ പിന്നിലുള്ള കൃത്യമായിട്ടുള്ള ഏർപ്പാടുകളെ കുറിച്ച് ബോധ്യമുണ്ടെന്ന് വേണം കേരള സമൂഹം മനസ്സിലാക്കാൻ. അതിലെന്താ തെറ്റുള്ളത്? അൻവർ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് പിന്തുണ കൊടുത്ത് പ്രദീപ് MLA എന്താ പറഞ്ഞ ക്രിമിനൽ വൽക്കരണമുണ്ട്. അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സകലവിധ കാര്യങ്ങളും അൻവർ വിളിച്ചു പറഞ്ഞുവെങ്കിൽ ഇന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു എന്താ സർക്കാരിനെതിരെയുള്ള പ്രവർത്തനമാണ് എന്ന്. എങ്ങനെയാ സർക്കാരിനെതിരെ പ്രവർത്തനം നടത്തുക? MLA അല്ലേ നടത്തിയത്, അവരുടെ MLA തന്നെയല്ലേ നടത്തിയത്, അവരെയല്ലേ ചോദ്യം ചെയ്യേണ്ടത്? പിന്നെ എന്താ പറഞ്ഞത്? അതിനെ അതിജീവിക്കും. നിങ്ങൾ എന്തിനാ അതിജീവിക്കേണ്ടത്? അതിജീവിക്കാതിരിക്കണമെങ്കിൽ ഈ പ്രവർത്തനം നിർത്തണമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇടപെടണമായിരുന്നില്ലേ? ആഭ്യന്തര വകുപ്പ് ആദ്യം പറഞ്ഞു ശിവശങ്കരന്റെ വിഷയത്തിൽ അദ്ദേഹം ചതിച്ചു,
പിന്നെ പറഞ്ഞു രവീന്ദ്രന്റെ വിഷയത്തിൽ അദ്ദേഹം വിശ്വസിച്ചു ചതിച്ചു. ഇപ്പതേ നാളെ പറയാൻ പോകും അജിത് കുമാറിനെ വിശ്വസിച്ചു ചതിച്ചു എന്നും ഉദ്യോഗസ്ഥർ ചതിക്കാൻ മാത്രം നിന്നുകൊടുക്കുന്ന പാവപ്പെട്ടവരെ ഹതഭാഗ്യനായി തീർന്നോ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ എന്ന് വേണോ നമ്മൾ വിശ്വസിക്കാൻ? അതോ അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന് മടിയിൽ കനമില്ലെങ്കിൽ, അദ്ദേഹത്തിന്റെ ഭാഷ ഉപയോഗിച്ചാൽ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ എങ്കിൽ ഒരു 4 വരി എഴുതി മാറ്റി നിർത്തി അന്വേഷണം നേരിട്ടതിന് ശേഷം തിരിച്ചു വരാമെന്ന് പറയാനുള്ള മാന്യമായിട്ടുള്ള ധാർമ്മികതയില്ലാത്ത ഒരു നേതാവായിട്ട് പിണറായി വിജയൻ അധപതിച്ചു എന്ന് പറഞ്ഞാൽ എതിർക്കാൻ സാധിക്കുമോ ഈ പ്രജി എന്ന് പറയപ്പെടുന്ന വക്കീലിന്? അങ്ങ് അതിനെ എതിർക്കില്ലേ? കൃത്യമായിട്ടല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്? ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനില്ലേ? ആഭ്യന്തര വകുപ്പിനില്ലേ? മുഖ്യമന്ത്രിക്കില്ലേ? ഇത് ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങളുടെ അഞ്ചത്ത് കയറിയിട്ട് എന്താ കാര്യം? എഡിജിപിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച് പ്രത്യേക ടീം എഡിജിപിയുടെ കർശന മേൽനോട്ടത്തിൽ അന്വേഷിക്കും. പൊളിറ്റിക്കൽ സെക്രട്ടറി നിരീക്ഷിക്കും. അന്വേഷണ സംഘം കണ്ടെത്തിയ റിപ്പോർട്ട് എഡിജിപി ആദ്യം വായിക്കും, പിന്നെ ഡിജിപി മുഖേന അത് മുഖ്യമന്ത്രിക്ക് നൽകും. അത് വായിച്ചു നോക്കിയിട്ട് മുഖ്യമന്ത്രി എഡിജിപിയോട് പറയും, ഡാ മോനെ, നിന്നെ പടച്ചുവിട്ട കടവുളുക്ക് 10-ൽ 10. അസീഫ് പുത്തലത്ത് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന് വേണ്ടി എക്കാലവും വാദിക്കുന്ന ഒരു സൈബർ സഹയാത്രികന്റെ പോസ്റ്റ് ഇന്നലെ ഫേസ്ബുക്കിൽ വന്നു. അതിന് താഴെ ഷാൻ എന്ന് പറയുന്ന ഒരു ഡിവൈഎഫ്ഐ സഖാവ് ഇടുന്നത്, പോലീസ് സ്റ്റേഷനിൽ പോയാൽ സഖാക്കൾക്ക് 2 നീതിയല്ല, നീതി 3 എന്നുള്ളതാണ്. അജിത് കുമാറിന്റെ വക്കീൽ വേഷധാരികളല്ലാത്ത ഇടതുപക്ഷ സഹയാത്രികരും നാട്ടിലുണ്ട് സാർ.